വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ബോയ്സ് വിസ്പർ കുക്കിംഗ് ചാലഞ്ച്. ഇന്ന് നമ്മൾ ബോയ്സ് എല്ലാവരും കൂടെ വിസ്പർ കുക്കിംഗ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത ഒരു ചാലഞ്ച് ആയിരുന്നു ഗൈസ്, ഈ ബോയ്സ് വിസ്പർ കുക്കിംഗ് ചാലഞ്ച്. ഫൈനലി ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 പേര് ഇവിടെ നിർത്തിയിട്ടുണ്ട്. കിടിലൻ 3 റെസിപ്പികൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. സീക്രട്ട് ആണ് ഇവരുടെ കഴിവുകൾ കുക്കിംഗിൽ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടതല്ലേ. അതെ. അപ്പോഴാണ് നിങ്ങൾ ഈ ബോയ്സ് കുക്കിംഗ് ചാലഞ്ച്, ഈ വിസ്പർ കുക്കിംഗ് ചാലഞ്ച് പറഞ്ഞത്. അപ്പൊ ഇവർക്ക് വേണ്ടിട്ട് ഒരുപാട് സീക്രട്ട് സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 നല്ല കിടിലൻ റെസിപ്പികൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോരുത്തർ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടും തീരുമാനിച്ചാൽ അങ്ങോട്ട് ഉണ്ടാക്കുക. ഈ മിസ്റ്ററി റെസിപ്പീസ് ഇവര് തരണം ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ്. അതെ, അപ്പൊ നമുക്ക് പോയിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എന്ന് കഴിഞ്ഞാലും നമ്മൾ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അറ്റ് എ ടൈം ഓരോരുത്തരായിരിക്കും ഗെയിം കളിക്കുക. അതായത് നമ്മൾ ഹെഡ്ഫോൺ വെച്ചിട്ടായിരിക്കും ഗെയിം കളിക്കുക. ഗെയിം കളിക്കാൻ പോകുന്ന ആള് ഈ ഹെഡ്ഫോണിൽ പാട്ട് കേട്ടോണ്ടിരിക്കും. പാട്ടുകൾ. അതെ, ബാക്കി 2 പേരാണ് അവർക്ക് കിട്ടിയിട്ടുള്ള റെസിപ്പി കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കണ്ട് മനസ്സിലാവുന്നത് എന്താണോ അത് വെച്ചിട്ട് ഇവര് 20 മിനിറ്റ് സമയത്തിനുള്ളിൽ കറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ചലഞ്ച് ജയിച്ചു. അതെ, ഇനി 20 മിനിറ്റിനുള്ളിൽ ഈ റെസിപ്പി കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി അതിൽ ഫെയിൽ ആവും ആണ്. ഇവർക്ക് ഈ ഗെയിം എങ്ങനെയാന്ന് ഇവർ ഇതുവരെ ട്രൈ പോലും ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സുഖം ട്രൈ ചെയ്യുന്ന സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഈ പാട്ട് ഇങ്ങനെ ചെവിലിങ്ങനെ മുഴങ്ങും. അപ്പൊ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യണം, അത് കോൺസെൻട്രേറ്റ് ചെയ്യണം, കുക്ക് ചെയ്യണോ, ഇങ്ങനെ ഒരുപാട് ടാസ്കുകൾ ഇതിലുണ്ട്. അത് ഇവര് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തോണ്ട് അത് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതെ, ഞങ്ങൾ ഇവിടെ സൈഡിൽ നിന്ന് ആസ്വദിക്കുന്നു, ഇന്ന് ഇവര് പണിയെടുക്കുന്നു. എന്നിട്ട് നല്ല ഡിഷസ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു നോക്കുന്നു. അത് മറന്നുപോയി, ഇതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഡിഷ് ആയിരിക്കും ഇന്ന് ജയിക്കാനും പോകുന്നത്. ഓക്കെ, ഇന്നവർക്ക് വിട്ടു കൊടുത്തതാണ് ഇവിടെ. അതെ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് കുക്കിംഗ് സ്കില്ലിന്റെ അപ്പുറത്തൊക്കെ നമ്മുടെ ഗ്രാസ്പിംഗ് പവറും ഒബ്സർവേഷനും പിന്നെ ആ ടൈം മാനേജ്മെന്റ് എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു ചാലഞ്ച് ആണ്. കുക്കിംഗ് പവർ നമ്മൾ ഓൾറെഡി തെളിയിച്ചതാണ്. അതെ. അപ്പൊ ഇത് ബാക്കി പല സാധനങ്ങൾ തെളിയിക്കാനുള്ള ഒരു ചാലഞ്ച് ആണ്. അപ്പൊ തീരുമാനിച്ചാലോ 3 പേരുടെ ആരാ തീരുമാനിക്കാണോ ഫസ്റ്റ്? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം ആരാണ് ഫസ്റ്റ് കുക്ക് ചെയ്യാൻ പോകുന്നത്, ആരാണ് വിസ്പർ ചെയ്യാൻ പോകുന്നത്. ഇതിലിങ്ങനെ പറയുന്ന സാധനം കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി അത് ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് ജയിക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് ജയിക്കുക. ഞങ്ങൾ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണെങ്കിലാണ് ജയിക്കുക. നിങ്ങൾ ഇവിടുന്ന് പാട്ട് കേട്ട് നിൽക്കുകയാണ്, നിങ്ങളാണ് കുക്ക് ചെയ്യുന്ന ആള്. ഇവര് 2 ആളുമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞു തരിക. അത് നിങ്ങൾ കേട്ടിട്ടല്ല, നിങ്ങൾ വായ അനക്കുന്ന കണ്ട് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ വിന്നറാവും. മനസ്സിലായല്ലോ, എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ലോട്ടഡ് ഗൈസ്. ആരാണ് ആദ്യം ഈ ഗെയിമിലേക്ക് ഇന്നാവാൻ പോകുന്നത്? ഞാൻ ലോട്ടഡ് ആരെങ്കിലും എടുത്തോളൂ. ഞാൻ എടുക്കട്ടെ? എടുത്തോ. എനിക്ക് ലോട്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ജുനുവിനാണ് ഹെഡ്സെറ്റ് ഒക്കെ കൊടുക്കുക. അതിന്റെ മുന്നേ നമ്മള് ജുനു ഏത് റെസിപ്പിയാ സെലക്ട് ചെയ്യുന്നത് അറിയണ്ടേ? 3 റെസിപ്പി ഉണ്ട്. 3 വെറൈറ്റി റെസിപ്പിയാണ് ഇതിൽ ജുനുവിന്റെ ഭാഗ്യം പോലെ ഇരിക്കുവാൻ കിട്ടുന്നത്. എടുത്തോ, പക്ഷെ പേര് നമുക്ക് കാണാൻ പറ്റൂല. എടുത്തോ. ഇനി ഞങ്ങൾ ഉണ്ടാവില്ലേ നോക്കാം. ഞങ്ങൾ നോക്കട്ടെ. അതെന്താ? ഈ സാധനമാണ് ജുൻക ഉണ്ടാക്കേണ്ടത്. അതായത് ഇവര് പറഞ്ഞു കൊടുത്തിട്ട് ഇതിന്റെ മലയാള പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് മസാല. ഇതിനുള്ള റെസിപ്പി നമുക്ക് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാട്ടോ. ഇനി അല്ല, ഈ സാധനത്തിന്റെ ഞാൻ ഇതുവരെ കേട്ടില്ല. ഇതാണ് ഗൈസ് നമ്മുടെ റെസിപ്പി. ഷാമി ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഓക്കെ ഗൈസ്, റെസിപ്പി കാണിച്ചുതരാം. ഇത്രയും വലിയൊരു റെസിപ്പിയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണേ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഉണ്ടാക്കിക്കോളി. നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങൾ പോട്ടെ. ഇതാണ് ഗൈസ്. ഇത് ജൂനൊക്കെ സിമ്പിൾ ആയിട്ട് ജുനുവിന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളെ വിയർത്തൊരു പരിവാവും.
ഗൈസ് ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ടേബിളിന്റെ മുകളിൽ ഫുള്ള് നിരത്തി വെക്കലുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങളത് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആക്കണമല്ലോ. അപ്പൊ ഇവരെ 3 ആളെ ഞങ്ങൾ തിരിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതാ എല്ലാ റൗണ്ട്സിന്റെ ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ ഇങ്ങനെ മിക്സ് ആക്കി വെക്കാൻ വേണ്ടി പോണേ. അപ്പോഴാണ് കൺഫ്യൂസ്ഡ് ആവുക. അപ്പൊ വെക്കാം. ഇതൊക്കെ സിമ്പിൾ സാധനമാണെന്നാ ഗൈസ് തോന്നുന്നത്. ഇതിലും കോംപ്ലിക്കേറ്റഡ് സാധനം അരിച്ചു കയറുന്നല്ലേ. ഐശ്വര്യമായിട്ട് നമുക്ക് ഈ ഹെഡ്ഫോൺ അങ്ങ് വെക്കാം. കിളി പോയിരിക്കല്ലേ. അങ്ങനെ നോക്കാനൊന്നും പാടില്ല കേട്ടോ. ഓരോരുത്തർക്ക് സമയം തരും. ഇത് നോക്കാനാ ഞങ്ങൾ എക്സ്ട്രാ ഒക്കെ വെച്ചിട്ടുണ്ടാവും ചിലപ്പോ. പാട്ടൊക്കെ വേണ്ടി പോവാണേ. ഞങ്ങള് പഠിക്കട്ടെ. അതപ്പം പറഞ്ഞെടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. കോഴിമുട്ട കോഴിമുട്ട എഗ് എഗ് കോഴിമുട്ട ആ എഗ് പിന്നെ എടാ പറടാ. ഉള്ളി ഉള്ളി ആ ഉള്ളി ഉള്ളി പെട്ടെന്ന് എടുക്കടാ. പെട്ടെന്നാക്കി. സ്പീഡ് സ്പീഡ് സ്പീഡ്. തക്കാളി തക്കാളി ഒന്ന് ഒന്ന് ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി ചില്ലി ഗ്രീൻ ചില്ലി ചില്ലി ഗ്രീൻ ചില്ലി മുളക് മുളക് ആ മുളക്. ഇവർക്കൊക്കെ മനസ്സിലാവുണ്ട്. പേസ്റ്റ് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പേസ്റ്റോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ജിഞ്ചർ ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഗൈസ് ഇൻഗ്രീഡിയൻസ് ഇപ്പൊ സമയത്ത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി. ഇവിടെ മന്തി ഉണ്ടോ? മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി. ഗരം മസാല ഗരം മസാല ഗരം മസാല. ബട്ടർ 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 എന്ത് ബട്ടർ മലയാളം പറഞ്ഞോളി. ബട്ടർ ബട്ടർ ആ ബട്ടർ. എടാ ഓന് ആ ഇൻഗ്രീഡിയൻസ് നോക്കിട്ടോ അവൻ പറയുന്നത്. ഉള്ളി തക്കാളി തക്കാളി പച്ചമുളക് പച്ചമുളക് കട്ട് 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 കട്ട്. അല്ലളിയാ ഇത് പിടിപ്പിക്കണ്ടേ? സമയമില്ലല്ലോ. 17 മിനിറ്റ് 39 സെക്കൻഡ് ബാക്കിയില്ലേ? അളിയാ സ്പീഡ് സ്പീഡ് സ്പീഡ്. പറയാൻ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുപ്പിക്കാം. തക്കാളി കട്ടേടാ. ബൻ ബൻ ബന്നി. ആ നോ അതല്ല ആ ബന്നനാണ്. അല്ല ഇപ്പൊ പൊട്ടിക്കണ്ട തുറക്കണ്ട. ആ എടുത്തു വെക്കി. ബട്ടർ ഡൈലേറ്റ് ബട്ടർ ബട്ടർ ബട്ടർ. 14 മിനിറ്റേ ഉള്ളൂ. ആ ഉണ്ട് ഉണ്ട്. ഉള്ളൂ 14 മിനിറ്റ് ഉണ്ടല്ലോ. ഇട്ടോ കുറച്ചുകൂടി ഇട്ടോട്ടെ. പെട്ടെന്ന് നോക്ക്. പെട്ടെന്ന് പെട്ടെന്ന് വേഗം ആ വേഗം. കളിയാ പറഞ്ഞോട് എനിക്കിത് മനസ്സിലാവണില്ല. ഉള്ളി ഉള്ളി കുറച്ച്
മതിയോ മതിയോ തക്കാളി പെടും. നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട് ബട്ടറും ഉള്ളിയും കൂടെ. മതിയോ ആ എന്ത് സാധനാണോ സൗണ്ട് കൂടുതൽ ഉറക്കെ പറയരുതേ. ഇല്ല ഇല്ല ഒരു മീഡിയം ഡെസിബൽ ഞാൻ പറഞ്ഞു നേരത്തെ. അതിൽ കൂടരുത്. പൗള നല്ലോണം വേണോ ആ പേസ്റ്റ് ആ കുറച്ച് മതി അയ്യോ നല്ല മണം വരുന്നേ. മതി. കുറച്ചുകൂടെ. മതിയോ ആ മതിയോ ഓ അതൊക്കെ മൂടി വെക്കുമ്പോഴത്തേക്ക് സമയം 11 മിനിറ്റേ ബാക്കിയുള്ളൂ. 11 മിനിറ്റ്. 11 മിനിറ്റോ എടാ അടുത്തെന്താ ഞാൻ പറയും അത് ബാക്കി ഒന്നായിട്ട് ഇട്ടോട്ടെ. തക്കാളി ആ, തക്കാളി ഇട്ടോ. അയ്യോ ആ സാരില്ല. പോട്ടെ. മുളക് കാറ്റടിക്കുമ്പോ മാത്രം ചെറുക്കാൻ നോക്കുന്നത്. ഇതിൽ വെള്ളം തളിക്കണോ ആയോ വെള്ളം ഒഴിക്കാണ്ടോ? അയ്യോ ഉപ്പ് ഉപ്പ് ഇത് കൂടെ തുറക്കണം. ആ പരോപകാരം. കുറച്ച് ആ ആ ആ മസാലകളൊക്കെ സാധനം ഇട്ടേക്കാൻ തോന്നുന്നുണ്ട്. ഗൈസ് നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്. ഓക്കെ. വേറെ മഞ്ഞപ്പൊടി മുളക് പൊടി പച്ചമുളകോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയോ ആ ഇതിൽ വെള്ളം ഒഴിക്കണോ ആയില്ല. ഇങ്ങോട്ട് നോക്കടാ ഇങ്ങോട്ടൊക്കെ അളിയാ. മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി മുളക് പൊടി കൊറേ വേണോ അര ടീസ്പൂൺ അതിന് കണക്കൊക്കെ ഉണ്ടോ? 1/2 ടീസ്പൂൺ. ആ ആ ആ ആ വീശല് പറ്റൂല ഇനി. ഇല്ല. ആദ്യം പോയി തെരഞ്ഞെടുത്തിരിക്കണം ഇവിടെ. മുളക് പൊടി അളിയാ മുളക് പൊടി. ഒന്ന് ഇത് 1 ടീസ്പൂൺ ഇടണോ? അല്ലോ കാറ്റടിക്കാൻ അളിയാ ഊതിക്കോ. അളിയാ ഗരം മസാല. വേറെ ഗരം ആ മസാല ഗരം മസാല. അളിയാ ഗരം മസാല കൊറേ ഇടണോ അര വായന്നൊന്ന് ഗരം മസാല വരുന്നോ? ഇനി ഇതൊന്നും സെറ്റ് മുട്ട പൊട്ടിച്ചാണ് കഴിക്കുക. ആ ആ അയ്യോ വെള്ളം ഒഴിക്കണോ ഇനിയെന്താ ഞാൻ മിക്സിക്കോ? വെള്ളം ഗൈസ് അധികം സമയം ബാക്കിയില്ല. നിങ്ങൾ എപ്പോഴാണ് ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാക്കി കഴിയുക? ഇനി ഇതിന് ഒരുപാട് പ്രോസസ് ബാക്കി കിടക്കുന്നുണ്ട്. കാറ്റടിച്ച് വിളിക്കുന്ന ക്യാൻസർ. മിക്സ് ചെയ്തോ. ഇത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇട്ടാനേ ഉള്ളൂ. 10 മിനിറ്റ് മിക്സ് ചെയ്തോ. 10 മിനിറ്റ് ഇല്ലേ നിങ്ങൾക്ക്? എത്ര മിനിറ്റ് ഉണ്ട്? ഇനി 8 മിനിറ്റ് 19 സെക്കൻഡ് ഗൈസ്. അളിയാ കുറച്ച് തീ താത്തിക്കോ. ജീരകോ അല്ല ഇൻഡക്ഷൻ താഴ്ത്ത്. ഹീറ്റ് ടെമ്പറേച്ചർ താഴ്ത്ത്. ആ 7 മിനിറ്റ് 3 സെക്കൻഡ്. 1 മിനിറ്റ് കൂടെ പോട്ടെ. അയ്യോ 1 മിനിറ്റ് കൂടെ പോട്ടെ. അതിബുദ്ധിയാണ്. നിങ്ങൾക്ക് പ്ലേറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല ഗൈസ്. പ്ലേറ്റ് 1 മിനിറ്റ് വരെ പ്ലേറ്റിലോട്ട് ഇടാനല്ലേ ഉള്ളൂ. ഓ അഹങ്കാരത്തിന് വന്നാ കാണട്ടെ. ചെയ് കോഴിമുട്ട കോഴിമുട്ട ആ പൊട്ടിച്ചു വെച്ചോ. പൊട്ടിച്ചിടാം അല്ലളിയാ ഈ വേറെ സാധനം തേങ്ങ ഇത് കിടല്ലേ? ഇതും കൂടി ഉള്ളൂ. പിന്നെ പേര് കേട്ടൊന്ന് പേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയ റെസിപ്പി തന്നതാ. അറിയാം അതെ ഗൈസ് ചീസ് ബോയ്സ് ലാസ്റ്റ് ഉള്ളൂ.
പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ അതിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ദാ, ഇങ്ങനത്തെ ഇതെന്താ സാധനം മനസ്സിലായ? ഇതെന്താന്ന് മനസ്സിലായ? എന്താണ് കോഴിക്കോട്ടക്കറിയാണോ? അതെ, അതിന്റെ മറ്റേ പേര് അണ്ടാ മസാല, ആ എഗ് മസാല. ആ, അതല്ല സാധനം. ദാ, കാറ്റടിച്ച് കളിക്കുക. ഇനിയിപ്പോ ഇതിലെന്താ ഇടാണ്ടോ? മല്ലിയില. മല്ലിയില. ആ. അപ്പൊ ഈ പന്ന എന്തിനു? അത് കൂട്ടി മിക്സ് ചെയ്തില്ല. ഓ ഇട്ടോ ഇട്ടോ എല്ലാം ഇട്ടോ. അടാ ഇവനറിയാലോ. ആ, ആ. അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലേ. ഇങ്ങനല്ലേ? ആ. നോക്ക്, നോക്ക്, നോക്ക്. ഇഞ്ചി, ഇഞ്ചിയോ? ചീസ് 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 ചീസ്, ചീസ്. സൗണ്ട് ഇനി തീ. ചീസ്, ചീസ്. ചീസ് ഏ? ചീസ് ചീസ്, സൗണ്ട് കുറയ്ക്കുക. ചീസ്. എന്താ സാധനം? ചീസ് ചീസ്. ചീസ് ചീസ്, ചീസ്. 4 മിനിറ്റ് 30 അളിയ അളിയ 4 മിനിറ്റേ ഉള്ളൂ. 4 മിനിറ്റേ ഉള്ളൂ. നാലെണ്ണോ? 4 എണ്ണല്ല. അയ്യോ കട്ട് ചെയ്തിട്ടോ? രണ്ട്. അളിയ അതിന്റെ ഇടയിൽ കോഴിക്കോട് കുത്ത്. അളിയ അളിയ രണ്ടല്ലേ? 4 മിനിറ്റ് ഒന്നില്ല. 4 മിനിറ്റ് അല്ല, ഒന്നില്ല, ഒന്നില്ല. കോഴിമുട്ട കരിഞ്ഞു മണക്കുന്ന പോലെ തോന്നുന്നു. ഓഫ് ആക്കണോ? അളിയ ഓഫ് ആക്കിയാലോ? കരിഞ്ഞു വേണം. അളിയ അളിയ ഓഫ് ആക്കിക്കോ. ആ, ആ. അയ്യോ, കൂടാനല്ല. ഓഫ് ഓഫ്. ഓപ്പൺ വേണോ? ആ. ദാ. വെള്ളം വേണോ? എത്ര മിനിറ്റ് ബാക്കി? 3 മിനിറ്റ് 35 സെക്കൻഡും. 2 മിനിറ്റ് ഉള്ളപ്പോ പ്ലേറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും add ചെയ്യണ്ടോ? ഇല്ല 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 ഇല്ല. ബ്രെഡ് ഇല്ല. ആരെ പേടിപ്പിച്ച പോലെയാ. ഉറപ്പല്ലേ? ആ മതി, ഇനി കരിഞ്ഞു പോടാ. ഉപ്പ് നോക്ക്. ഉപ്പ് നോക്കാനോ? ആ അവന് മനസ്സിലാവണ്ടല്ലോ. കേക്കുന്നുണ്ടോ? കുഴപ്പമില്ല. ദാ, ദാ. പ്ലേറ്റ്, പ്ലേറ്റ്. ആക്ഷൻ കാണിക്കരുത്, ഉറക്കം പറയരുത്. ആ അല്ല അല്ല. പ്ലേറ്റോ? രസം കിട്ടോ? മാറ്റട്ടെ? ആ, ആ. ആ വെള്ളം പോക്കിക്കോ. 2 മിനിറ്റ് 47 സെക്കൻഡ്. അവിടുന്ന് മാറങ്ങോട്ട്. ദാ. ഓ ആ പ്രൗഡ് മുഖങ്ങൾ കണ്ടുണ്ടാക്കി കഴിഞ്ഞ് പ്ലേറ്റ് ചെയ്യുന്ന അളിയ ദാ, ദാ. അളിയ തിരക്കില. ഏ, ഏ. അയ്യില്ലേ? ഇല്ല ഇല്ല. ബ്രെഡ്. ആ ആ ആ, അതെടുക്ക. ആ അതന്നെ. ടോസ്റ്റ് ചെയ്യണോ? അവിടെ വെച്ചാ മതി. അതിൽ വെക്കാനാണോ? ആ, ആ. മല്ലിയില സൈഡില് ആ. ഗാർണിഷ് ചെയ്യാനാണോ? ആ. ഇങ്ങോട്ട് എന്താക്കാനാ? അങ്ങനെ എടാ ഒരു ഇല ഇട്ടാ മതിയടാ. മതിയോ? ആ മതി 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 മതി. ഞങ്ങള് കഴിഞ്ഞു. ഒരു വണ്ടിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യണോ? സമയം 1 മിനിറ്റ് 40 സെക്കൻഡ്. വേണ്ടല്ലോ കയ്യില്. അമലേട്ടൻ എന്തൊക്കെയോ പറയാനുണ്ട്. ആ അതാ ബുദ്ധിപരമായി കുലുകുലാന്നരിയുന്നു. അതെന്തിനാ? കൊത്തു പൊറോട്ട സ്റ്റൈല് കൊത്തു. കൈ മുറിക്കല്ലേ. പറഞ്ഞത് മാത്രം നമുക്ക് പറഞ്ഞത് കൂടുതൽ ചെയ്യാൻ സമയമുണ്ടല്ലോ. 1 മിനിറ്റ് ബാക്കിയുള്ളൂ. സീന്. വേണല്ലേ? ആ ഓ നിങ്ങൾ പ്ലേറ്റിംഗ് കഴിഞ്ഞ് പ്ലേറ്റ് എടുത്ത് പൊക്കി കഴിഞ്ഞാൽ ഞാൻ അവിടെ ആ പോസ്റ്റ് പ്ലേ അളിയ. അത് അതിബുദ്ധിയല്ലേ? നല്ല ഭംഗിയിൽ വെച്ചത് കോളാക്കി. അളിയ അളിയ പ്ലേറ്റ് ബുക്ക്. സെക്കൻഡ്. എടുത്ത് പൊക്ക്. ഏപ്രിൽ. Guys, അങ്ങനെ താങ്ക്സ് അളിയാ. അങ്ങനെ guys, ഇവര് 48 സെക്കൻഡില് ഇവരെ എന്താ കൊടുത്തിട്ടുള്ള സംഭവം സംഭവിക്കുന്നത്. പൊകഞ്ഞിട്ട് വയ്യ. മൂക്കിലൊക്കെ പൊക്കഞ്ഞിട്ട് ഇവിടെ മസാല ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്തോന്ന്. അതാ ഗരം മസാല ഇവിടെ.
മുളക് പൊടി നിന്നും ഗരം മസാല നിന്നും മഞ്ഞപ്പൊടി നിന്നും ഒക്കെ. അതല്ല അടിച്ച് കയറിട്ടേ അതല്ല അളിയ കാറ്റ്. അപ്പൊ അളിയെ ലാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവ തീർന്നെന്ന് വെച്ചിട്ട് അല്ല അളിയൻ ഇരുന്നിട്ടെ ഹായ് ഞാൻ ഉണ്ടാക്കിയ കോഴിമുട്ട വറുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അതെ നല്ല രസമുണ്ട്. ഇതിലെനിക്ക് നന്ദി പറയാനുള്ളത് അളിയന്മാരോടാണല്ലേ. എന്നിട്ട് നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഉണ്ടാക്കിയ അളിയൻ എങ്ങനെ ഉണ്ടാക്കി നമ്മൾ അറിയണല്ലോ. ടേസ്റ്റ് ഇവരെ കഴിവ് തെളിച്ച് ഇനി അടുത്തത് എന്റെ കുക്കിംഗ് സ്കില്ലാണ് നോക്കണം. അതെന്താ അറിയോ, ഇവര് പറയുന്ന വായ നോക്കിയിട്ട് ഈല് സാധനം ഉണ്ടോന്ന് നോക്കും. ആ അങ്ങനെ ചെയ്തു. ഇതിന്റെ പേരെന്താന്നറിയാം എനിക്ക്? അണ്ടാ ഗൊട്ടല. അത് ഞങ്ങളൊരു വേറെ പേര് പിടിച്ചു പേടിക്കാൻ വേണ്ടിട്ട്. തോന്നുന്നു മറ്റേ എന്താ പറയാ കന്നഡ എന്തോ ആണെന്ന് തോന്നുന്നു. എല്ലാരും നോക്ക്. കുറച്ച് ഉള്ളി മല്ലിയിലൊക്കെ എടുക്കേ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതാണ് എന്തോ കൂടിയുണ്ടാവും. എവിടെയോ ഒരു മസാലേന്റെ ഒരു ടേസ്റ്റ് ചെറുതായിട്ട് കൂടിയുണ്ട്. പക്ഷെ സാധനം ചീസിന്റെ ആ ഫ്ലേവർ ഒക്കെ ആയിട്ട് കുറച്ച് ഗരം മസാല കൂടി പോയി. ആണല്ലേ? നല്ല രസമുണ്ട്. നോർത്ത് ടേസ്റ്റ് ഉണ്ട്. നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഒരു പാവഭാജിന്റെ ഒക്കെ എന്തൊക്കെ ഞാൻ ആദ്യം ഓർക്കൊന്ന് കാണിച്ചു കൊടുത്താട്ടോ. ഗരം മസാല എന്തോ കൂടി. നല്ല രസമുണ്ട്. ഇത് കുറച്ച് ഗരം മസാല കൂടി പോയി എന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ ഗൈസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഗൈസ് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ജുൻക ഉണ്ടാക്കി അണ്ടാ ഗൊട്ടല. ഇതാ കേട്ടോ. അയ്യോ കുഴപ്പമില്ല, ടേബിളിന്റെ മുകളിലൊക്കെ പോയത്. ഇതാ അണ്ടാ ഗൊട്ടല. ആകെ ഗരം മസാല കുറച്ചുകൂടി പോയ ആ ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. ഇതെന്താ നിങ്ങൾ വിശന്നു പോയി തോന്നുന്നു. പിടിക്കോ? ക്ഷീണിച്ചോയി. എനിക്ക് ഉണ്ടാക്കി തന്നെ കേട്ടോ. ഇഷ്ടപ്പെട്ടു. പൊളി സാധനല്ലേ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിലേക്ക് ചീസ് ഇത്ര കോംബോ എനിക്ക് അറിയില്ല. ഇങ്ങനെ മിക്സ് ചെയ്യുന്നല്ലേ? അടിപൊളി ഭയങ്കര രസമുണ്ട്. ഇപ്പൊ ഗരം മസാലന്റെ ഈ ലൈഫിൽ കഴിച്ച ഏറ്റവും നല്ല എഗ് മസാല. സീരിയസ്ലി ഞാൻ നാളെ ഉണ്ടാക്കാം. അടിപൊളി സാധനം. ഗൈസ് ഇത് ഞങ്ങൾ തിന്ന് തീർത്ത്. ഗൈസ് ഇതിലൊരു തിരുത്തുണ്ട്, ഗരം മസാല കുത്തുന്നില്ല. ഇപ്പൊ കുത്തുന്നില്ല. എനിക്ക് തോന്നാ മോളിൽ നിന്ന് നമ്മളെ കൊറിയൻഡർ ലീവ്സ് എല്ലാം കൂടി എടുത്ത് കഴിച്ചപ്പോ തോന്നിയായിരിക്കും. തോന്നിയതാ. ഇത് അടിപൊളി സാധനം. എനിക്ക് ഉണ്ടാക്കി തരണേ. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആദ്യ റൗണ്ടിന് ശേഷം നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 48 സെക്കൻഡിൽ പരിപാടി മൊത്തം തീർത്തു. ഫുഡ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. 48 സെക്കൻഡ് ബാക്കി നിൽക്കും വരെ തീർത്തു. അപ്പൊ ഇനി അടുത്തത് ആരാണ് നെക്സ്റ്റ് കുക്ക് ചെയ്യാൻ പോകുന്നതാണ്. 2 ലോട്ടിന്റെ കയ്യിലുണ്ട്. എടുത്തോ? ശ്രീ എടുത്തു. സൽമാനുൽ സല്ലുവിന് ഈ 2 സാധനത്തിൽ ഏത് വേണമെങ്കിലും എന്റെ കയ്യിലുണ്ട്. ഇതില് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് ഞാൻ നോക്കണം. നോക്കണ്ട. ഇത് സല്ലുവിന് ഇവർ 2 പേരാണ് പറഞ്ഞു തരുന്നത്. ഉറക്ക വായിക്കരുത് കേട്ടോ. എളുപ്പമുള്ള ഡിഷ്. അത് ഇനി കൂടുതൽ പറയണ്ട. അഞ്ചി ആ റെസിപ്പി കൊടുക്ക്, ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുക്ക്. മസാല അതും ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. 3 റെഡി അല്ലേ? 3 2 1 ഗോ. ബ്രെഡ് പിന്നെ 2 ബ്രെഡ് 2 എണ്ണം. എഗ് ഡിസ്ക്വാളിഫൈഡ് ആക്കാം നമുക്ക്. 1 മല്ലി പാല് വെണ്ട
വാനില 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 എവിടെ എന്റെ അമ്മ എന്തൊരു സൗണ്ടില്ല. ഓ കിട്ടി കിട്ടി. പഴം പച്ചക്കറി പാ വെച്ചിട്ടുണ്ടോ അല്ലേ? മാങ്ങ പഞ്ചസാര അതല്ലേ ഞാൻ പാ വെച്ചിട്ട് അല്ലേന്ന് ചോദിച്ചേ. അല്ല ഇതല്ല. ആ മാംഗോ. ആ അതൊക്കെ മുറിച്ച് തീരണ്ടേ. ഹണി 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 തേൻ. ന്യൂട്ടല്ല. എന്റെ അമ്മേ 17 മിനിറ്റ്. ഇതൊക്കെ എന്താ? മഞ്ചോ ബട്ടർ ബട്ടർ മഞ്ഞൾ വെണ്ട ബട്ടർ. എവിടെ ബട്ടർ എവിടെ? രണ്ടെണ്ണം മതിയോ? എടാ സ്പീഡ് ആക്കടാ. പാല് 3 ടേബിൾ സ്പൂൺ പാല്. 3 ടേബിൾ സ്പൂൺ പാലോ? മുട്ട. സൗണ്ട് കുറച്ച് നോക്കണ. ആ പറ. പാല് കൊറേ വേണോ? 3 ടേബിൾ സ്പൂൺ സ്പൂണുണ്ടോ? എന്റെ സമയം പോണേ. മെല്ലെ പറഞ്ഞോ ഞങ്ങൾ കേക്കാം. ഇത് അങ്ങനെ ടേബിൾ സ്പൂൺ എടുക്ക. 6 എടുക്കാം പോട്ടെ. മതി 16 മിനിറ്റ്. ഷുഗർ ഇങ്ങോട്ടോ മതിയോ? വാനില എസൻസ് എസൻസ്. അയ്യോ എസൻസ് ചോദിക്കാൻ അറിയില്ല. കുറച്ച് മതി. 3 ഡ്രോപ്പ്. അയ്യയില് ഡ്രോപ്പ് വരില്ലേ? അങ്ങനെ കൊഴിച്ച സീനാവേ. കുറച്ച് ഇന്നൊഴിക്കോ? വേണ്ട 3 കൂടി. മതി 15 മിനിറ്റ്. ഓനോട് പറഞ്ഞു 15 മിനിറ്റ് ബാക്കിയുള്ളത്. മാറ്റി വെക്കാനാ? മതിയോ? ഇനി അടുത്ത് മാംഗോ. അയ്യോ മുറിക്കട്ടെ. തോല് പോക്കണോ? 14 മിനിറ്റ് 40 സെക്കൻഡ് ഉള്ളേ. 14 മിനിറ്റ് ഉള്ളൂ. 14 മിനിറ്റ്. ഓക്കെ. അയ്യോ കൈ വിറക്കണ്. അയ്യോ കട്ടി കൊള്ളാലോ. അല്ല അതന്നെ ശങ്കരപ്പള്ളി. കട്ടി വേഗം വാങ്ങിട്ടാവോ ലാസ്റ്റ്? കൈ നോക്കണേ. കൈ അതന്നെ. കൈ നോക്കണേ. മതി കട്ട് ചെയ്തോ. കട്ടി ഓനെ പിടിക്ക്. ആന വാങ്ങി. കട്ട് ചെയ്യണോ? ഇവിടെ കേടുണ്ട് തോന്നുന്നു. പറയുന്നുണ്ടോ കട്ട് ചെയ്യാൻ? അയ്യോ ഇവിടെ തോല്. അത് പ്രശ്നമില്ലടാ. പീസസ് ആക്കി കട്ട് ചെയ്തോ.
പീസസ് കുറച്ച് പച്ച മാങ്ങ കുറച്ച് മൂപ്പ് കുറവുണ്ടോ സംശയം. അത് ഞങ്ങൾ ചെറുതാക്കണോ വലുതാക്കണോ? ചെറുത് മതി. കൈ കട്ടി ഏ? മുറുക്കി മുഴുവൻ വേഗം മുറുക്കി മുഴുവൻ കട്ട് ചെയ്യാനോ? കട്ടി തൊലി ഏതാ മുറിച്ചു വെച്ച മാങ്ങ ഏതാന്ന് ഇപ്പൊ മനസ്സിലാവും. എനിക്ക് തോന്നുന്നില്ല. മാങ്ങാന്റെ അടുത്ത് മുറിക്കുന്നതാ. നല്ലോണം ചെറുതാക്കി അരി ചെറുതായിട്ട് കട്ട് ചെയ്യാം. കുറച്ച് സൗണ്ട് കുറയ്ക്കാം. പാട്ട് പാടില്ലേ? പാട്ടുണ്ട്. ഇനി അതിനകത്ത് ന്യൂട്രൽ ആഡ് ചെയ്യണം പീസാക്കിയ ശേഷം. അത് മേശയാണ്. എന്തുകൊണ്ടാ മാഷ് ചെയ്യാ? മറ്റേ ഇതിനോണ്ട് അളിയാ വേഗം കട്ടി 12 മിനിറ്റ് 10 സെക്കൻഡ് ഉള്ളേ. എടാ വേഗം കട്ടിയടാ. 12 അളിയാ 12 മിനിറ്റ് ഉള്ളു. 12 മതിയോ? ഈ ഫുള്ള് ഉടക്കി ഇത് മിക്സ് ചെയ്യാനാണോ? ബൗളില് ഇത് ബൗളിടാനാ? കാക്കി സൗണ്ട് കുറയ്ക്കണം. കേൾക്കുന്നില്ലോ. വേഗടാ. കയ്യോണ്ട് വാരിടാ ആ ഇട്ട് കിട്ടോ. ഇനി അത് ഉടക്കി സ്മാഷ് ചെയ്യാനോ? സ്മാഷ് ചെയ്യാനാണ് എന്തിനാ മുറിച്ചത്? ആദ്യമായിട്ട് സ്മാഷ് ചെയ്താ പോരേനോ? മുറിച്ചാലേ സെറ്റ് ആവുള്ളൂ. ആവൂല. അതൊന്നും ആവില്ല കേട്ടോ. ഇത് എന്ത് ഡിഷാ? എടാ അളിയാ എടാ പോർക്ക് സൗണ്ട് ഉപയോഗിക്കരുത്. ആ ഓക്കെ ഓക്കെ. എടാ ഇതിലേക്ക് ന്യൂട്രല്ല മിക്സ് ചെയ്യും. സൗണ്ട് ഉപയോഗിക്കരുത്. 10 മിനിറ്റ് 25 സെക്കൻഡ്. മതിയോ? ന്യൂട്രൽ ലൈലാക്കണോ? അളിയാ എത്ര സ്പൂണാ? ഇന്നോടോ മതി മതിയോ? 9 മിനിറ്റ് 22 സെക്കൻഡ്. കണ്ടിട്ട് ഇഷ്ടാവില്ല. സമയത്ര ബാക്കിയുണ്ട് അളിയ? സമയത്ര ബാക്കിയുണ്ട്? 9 മിനിറ്റോ? 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനോ? അതെ, മുന്നോട്ടേക്ക് പോയിട്ട് ഇങ്ങനെ 2 ബ്രെഡ് ഇതൊന്നും പറയരുത്. ബട്ടർ ഇട്ടിട്ടുണ്ടോ? ബ്രെഡ് എന്തെങ്കിലും തീരുമാനത്തെ ബ്രെഡ് ഞാൻ എന്ത് ചെയ്യണോ? സെന്ററിൽ മാംഗോ എന്ത്? ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യണോ? ഇതിലിടണോ? കട്ട് ചെയ്യണോ? ബ്രെഡിന്റെ നടുക്ക് ന്യൂട്ടല്ല മാംഗോ മിക്സ് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ബ്രെഡിന്റെ സെന്ററിൽ ബ്രെഡിന്റെ ആ. സെന്ററിൽ 2 സ്ലൈസ് ആക്ക. സെന്റർ 2 ബ്രെഡ് 2 ബ്രെഡ് നടു ഈ സാധനല്ലേ ഈ സാധനം മിക്സ് ചെയ്യാം എന്നിട്ട് സാൻഡ്വിച്ച് ആക്ക. അത്രേ ഉള്ളൂ. അത് പറയണ്ടേ? അപ്പൊ ഇതെന്തിനാ? അതൊക്കെ ആയില്ല. തൊട്ട് വിളിക്കരുത്. ബ്രെഡ് പ്ലേറ്റിൽ വെക്ക്. പ്ലേറ്റിൽ
കയ്യല്ലേ തന്നെ ഓക്കെ അല്ലേ? നടുവിലാക്കി. ഇതല്ലേ? ആ, അതന്നെ. ജിംക കുറച്ച് കൊണ്ടിരിക്കണേ. സൗണ്ട് കുറയ്ക്കണം. മതി, 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 മതി. മതി. അത് സെന്ററിൽ വെക്ക്. ഇതെങ്ങനെയുണ്ട്? ആ, ഇതാ. പാൻ പാന് ചൂടാക്ക്. പാൻ ചൂടാക്കി ടെമ്പറേച്ചർ ഓണാക്ക്. ടെമ്പറേച്ചർ ഞാൻ ഓണാക്കി. ആ കുഴപ്പമില്ല, നേരത്തെ ഒരു അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ. ഇനി അതിലേക്ക് ബട്ടർ 6 മിനിറ്റും 50 സെക്കൻഡും. അത് പറയൂ. സൗണ്ട് ഉപയോഗിക്കരുത് അധികം. എടാ സ്പൂൺ എടുക്കടാ. സൗണ്ട് ഇവര് പാട്ടൊന്നും അറിയുന്ന പോലില്ല അല്ലേ? മതിയോ? ആ മതി. ഞാൻ അതിലേക്ക് വെക്കാം. കാറ്റടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബ്രെഡ് എഗ് മിക്സ് മിക്സ് ഡിപ്പ് ഡിപ്പ് ബ്രെഡ് ഡിപ്പ് ചെയ്യാ. എന്നിട്ട് പൊരിക്കുക. മറ്റേ പാനിൽ വെക്കാം, ഉറപ്പ് വെക്കാം. ഈ ബ്രെഡടാ. ഇതാ ആ. ഇത് ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കേ. അയ്യേ അത് ബട്ടർ കഴിഞ്ഞു പോകുന്നു പറ. എടാ ബട്ടർ അയ്യോ ആ ഇന്ന് കരിഞ്ഞു പോയില്ലേ? എന്താ ഒരു വൃത്തികെട്ട ഇത്? ആ മനസ്സിലായി. എത്ര മിനിറ്റ് ബാക്കി? 5 മിനിറ്റ്. 5 മിനിറ്റോ? ഇത് പൊരിച്ചാ കഴിഞ്ഞോ? ആ ടോസ്റ്റ് ചെയ്താ മതി. അത് മുക്ക്. സൗണ്ട് ഉപയോഗിക്കരുത്. ജുനു ഇതെല്ലാം അൽക്കുലത്തായി. ഇല്ലടാ ചെയ്തോ. ഒന്നും ആയില്ല. അത് മുക്ക്. ആ ഓക്കേ മതി. നശിച്ച്. ഇതൊന്ന് ഓണാക്കടാ. അതാ ടെമ്പറേച്ചർ നിക്ക്. ആ ഓക്കെ. മുക്ക്. മുക്കല്ലേ മുക്ക്. ഇതിലിട്ട് മുറിക്കട്ടെ. ഇരിക്കണം. മുറിക്കണോ? മുക്ക്. ഡിപ്പ് ആ ഫ്രൈ എടാ ഏ? അതിൽ ഡിപ്പ് ചെയ്യാ. പാന ഇതില് ഡിപ്പ് ചെയ്യാ. എടാ, ഡിപ്പ് ചെയ്യാം ഇപ്പൊ ഡിപ്പ് ചെയ്യാ. ആ ഫ്രൈ ചെയ്യാം ഫ്രൈ വെറുതെ ഡിപ്പ് ആ എന്നിട്ട് പോയിരിക്കാ. പാനിൽ വെക്കുക. കഴിഞ്ഞു. ഓക്കെ. 2 സൈഡ് ഡിപ്പ് ചെയ്യണോ? ആ. മാർക്കി. ആ ആ മതിടാ. ആ. അതില് വെച്ച് ടോസ്റ്റ്. ആ ആ ഓ ആ ആ തന്നെ. ബട്ടർ നന്നായി പോയി. കഴിഞ്ഞോ? അതിന്റെ മുകളിൽ കുറച്ച് വേണം ഒഴിച്ചോ. എടാ ഒരു ഇക്കാനോടെ എടാ ആ മിക്സ് ഇല്ലേ, എഗ് ഇല്ലേ, ആ എഗ് അതിന്റെ മുകളിൽ ഒഴിച്ചോ. ഇത് ഒഴിക്കട്ടെ. കുറച്ച് ഒഴിച്ചോ. ഒഴിക്കട്ടെ. ആ, കുറച്ച് മതിയോ? ആ മതി. ഇതുപോലെ വള്ളി പിടിച്ചൊരു ഡിഷ് 3 മിനിറ്റ് 36 സെക്കൻഡോ. തിരിച്ചിട്. നല്ല മറക്കണേ. പൊട്ടരുതേ. സപ്പോർട്ട് ആ എന്റെ മോനെ മാർക്കി. നിലത്തിടൂ. ആ, ഇനി ഒന്ന് വേണമെന്നുണ്ടോ ഒന്ന് ബട്ടറൊക്കെ കോരി വെച്ചാലും കൂടെ. ഇതൊരു കുറച്ചുകൂടെ വയ്ക്കണോ? ആയോ? സാധനം സെറ്റാ. ഈ മിൽക്ക് ശരിക്കും ഒഴിക്കണം ഇതിന്റെ അഭിപ്രായത്തില്. എടാ അതിന് പറഞ്ഞതിന് കൃത്യമായിട്ട് വിഷയം അല്ല പറയാം മിൽക്ക് കൂടി ഡിഷ് കഴിഞ്ഞോ? അതിന്റെ മുകളിലാ, ഇതിന്റെ മുകളിലില്ലേ കുറച്ച് മിൽക്ക് പാല് ആ. ഒഴിക്കണോ? ഇതില് ഒഴിച്ചോ. വേണ്ട ഒന്നും ഒഴിക്കണ്ട, ആവശ്യമില്ലല്ലോ. ഇല്ല ഒഴിച്ച് നല്ലതാവും. എടാ പാല് അതിന്റെ മുകളിൽ വെച്ചാൽ മതി. പാലിന്റെ മുകളിൽ ഒഴിക്കേ. ആ, കുറച്ച് ആ ഇങ്ങനെ അതിന് അതിനെ തിരിച്ച് എടുക്കണേ മറിച്ചിട്. തിരിച്ചിടണോ? അയ്യോ അത് കരിയാറേ. 2 മിനിറ്റ് 10 സെക്കൻഡോ. 2 മിനിറ്റ് ഉള്ള അറിയാ. 2 മിനിറ്റ് മടക്കി. അല്ല മടക്കല്ല, തിരിക്കി. ആ.
മിൽക്കാ. അളി അങ്ങനെ വെക്കും. ഏത് ഇങ്ങനെ. ആ എന്റെ മോനെ ഓക്കെ. കുറച്ചുകൂടാ. അങ്ങനെ മതി. ഇങ്ങനെ. മുകളിൽ വയ്ക്കണോ? ഒത്തിരി വയ്ക്കല്ലേ? മതി. ആ മതി. ഇനി ഒന്നുകൂടെ തിരിച്ചിട്ടാ മതി. എടാ ഒന്നുകൂടി തിരിച്ചിട്ടേ. ഇനി മറിച്ചിടണോ? അടുത്ത പ്രാവശ്യം. പൊട്ടു. കുറക്കി. പ്ലേറ്റ് ഇടട്ടെ? ആയോ? അളിയാ മാംഗോ ആ ആ അത് മാംഗോ ഒക്കെ തീർന്നല്ലോ. ഇതൊക്കെ പിന്നെ എന്താണ്? അത് ഓഫാക്കണം. കാണിക്കരുത്. മതി. മതി. 46 സെക്കൻഡ്. എടാ വേഗം. ഒരു മിനിറ്റ്. ഹണി ഹണി 40 സെക്കൻഡ്. 38. സമയം എത്ര? 40 സെക്കൻഡ്. അയ്യാ. മേലെ കുറച്ച്. 29. നിങ്ങൾ തുറക്കണം. 28. നിങ്ങൾ തുറക്കണം. 27. അയ്യോ, ഇത് കത്തിയോണ്ട് പൊട്ടിക്കണം. 24. 23. 22. ഇങ്ങോട്ട് കത്തി കൊണ്ട്. 18. പൊട്ടിച്ചോ. 14. 13. 12. ഇനി അത് ചെറിയ കേട്ടോ. 9. 8. 7. കഴിഞ്ഞോ? സമയം കഴിഞ്ഞേ? ഇതെന്താ ഇവിടെ നടന്നേ? അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. പക്ഷെ ഹണി കോരി ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയാ ലാസ്റ്റ് വന്ന ഫൈനൽ പ്രോഡക്റ്റ്. ഇതിന്റെ പേരൊന്ന് പറഞ്ഞു. മാംഗോ ഫ്രഞ്ച് ടോസ്റ്റ്. ചോക്ലേറ്റ് ഫ്രഞ്ച് ടോസ്റ്റ്. ഗൈസ് ഇതാണ് ഉണ്ടാക്കിയ ഡിഷ്. മാംഗോ ചോക്ലേറ്റ് ഫ്രഞ്ച് ടോസ്റ്റ് ആണ് ഞങ്ങൾ കൊടുത്ത സാധനം. ഞങ്ങൾക്കൊന്ന് കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. അതെ, അത് കഴിച്ചെന്നെ നോക്കണം. കഴിച്ചു നോക്കുക തന്നെ വേണം. അടച്ചോനെ നന്നാവണേ. അടിപൊളി. പ്രൊപ്പറാ ടെൻഷൻ. നല്ല ഇങ്ങനെ സോക്കായിണ്ട്. എന്ത് രസമുണ്ടോ? രസമില്ലേ? അങ്ങനെ കുറച്ച് ഹണി കൂടിപ്പോയി. പക്ഷെ നല്ല ടേസ്റ്റ്. അത് ഹണി എടുക്കാതെ കഴിച്ചാൽ അടിപൊളി ഡിഷ്. ഹണി കൂടി പോയി അത്ര മാത്രം പ്രശ്നമുള്ളൂ. ഹണി കൂട്ടാതെ പെർഫെക്റ്റ് സാധനം. എനിക്കൊരു പീസ് ഇതൊന്നും സമാധാനത്തിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവൂലേ? അതന്നെ. എനിക്ക് ഒന്നേ മനസ്സിലാവണ്ടേ. ഇത് ഞങ്ങള് നല്ല ഈസി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചു. അഞ്ചി പിടിച്ചാൽ ഞാൻ വിടുകയാണ്. പ്ലേറ്റ് തൊണ്ട ബാക്കി ഉണ്ടോ? എന്ത് രസാ. രണ്ടോ നേരത്തെ ഉണ്ടാക്കിയ ഡിഷ് കഴിഞ്ഞത്. അടിപൊളി ഗൈസ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നന്നായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് 3 പേരും കോർഡിനേറ്റ് ചെയ്തിട്ട് ഭയങ്കര സൗണ്ട് ആയിരുന്നു ഇവിടെ. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഗൈസ് കൈ വിറച്ചിട്ട് ടെൻഷനായിട്ട് കൈ വിറച്ചിട്ട് എന്തൊക്കെയോ ആയിപ്പോയി. അതൊന്നും കുഴപ്പമില്ല. പ്ലേറ്റ് തീർന്നു. അതെ, ഇനി അടുത്തത് അമലേട്ടന്റെ ഊഴാണ്. ആകെ ഒരു റെസിപ്പിയെ ബാക്കിയുള്ളൂ. അത് നേരെ അങ്ങോട്ട് കൊടുക്കുക, തുടങ്ങുക. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ മൂന്നാമത് ഇതവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. റെഡി അല്ലേ? റെഡി കൊടുക്കാം. കേക്ക് ഉണ്ടോ അമലേട്ടാ? കേക്ക് ഉണ്ട്. ആ ഓക്കെ, വെറുതെ തിരിഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു മിനിറ്റ് പഠിക്കണമെന്ന്. റെഡി 3 2 1 ഗോ. കോൺ 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 ചോളം ചോളം വർത്തന പറയാൻ ബ്രെഡ് 4 ബ്രെഡ് 4 ബ്രെഡ് 4 പോട്ടെ. മയോണൈസ്. അതെവിടെ? ഓക്കെ ചീസ് സൗണ്ട് കേൾക്കണം. ബട്ടർ അടാ കിട്ടി സാധനം. പെപ്പർ സോൾട്ട് ഉപ്പ് ചില്ലി ഫ്ലേക്സ് ബോയിൽഡ് കോൺ
അത് വെച്ചോടാ. അത് വെച്ചടാ. അത് വെച്ചാലേ പറയുന്നത്. അതയില്ല പഠിച്ചാനത് പെട്ടല്ലോ. ബ്രെഡ് 4 ബ്രെഡ് എടുക്കാൻ. ബ്രെഡ് 4 എണ്ണം. അളിയ ബ്രെഡ് എടാ ഒരു പാൻ അത് മൊത്തം ബാഡ് ചെയ്ത് ആദ്യം അല്ലാതെ അടിയാണ്. കോൺ ഓൾറെഡി പോയല്ലോ. ഒരു ബൗൾ എടുക്ക്. ബൗൾ അത് ഈലോടാക്ക്. ആ കോണില്ലേ ആ കോൺ ഇതിലേക്ക് മാറ്റി. അതിലേക്ക് ആക്കി. ഫുള്ളല്ല കുറച്ച്. സ്പീഡ് ചെയ്. കുറച്ചുകൂടി സൗണ്ട് കുറച്ചുകൂടി കൂടെ. മിക്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മയോണൈസ് 2 സ്പൂൺ. മറ്റേ ബൗളിൽ അല്ലല്ല വലിയ ബൗൾ. മറ്റേ ബൗളിൽ അല്ല. രണ്ട് ബൗളില്ലേ? അതിൽ വലിയ ബൗളിൽ 2 ടീസ്പൂൺ. വേണ്ട അളിയ ചീസ് ഇട്ട് പെപ്പർ ഇട്ടാ ലാസ്റ്റ് ചീസ് ഇട്ടിട്ട് ഗൈസ് 5 മിനിറ്റ്. പെപ്പർ അത് ചോദിച്ചാ ഞങ്ങൾക്ക് അറിയില്ല. സാൾട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സ്. സൗണ്ട് ഉപയോഗിക്കരുത്. അല്ല അയ്യോ എനിക്ക് അറിയുന്ന പോലെ ഇട്ടോ. മതി അതിലേക്ക് ചീസ്. അതിവിടെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് നിങ്ങള് സാധനം കൊണ്ടൊക്കെ ആയിട്ട് ഞങ്ങളെ സമയം പോകുന്നുണ്ടേ. ഞങ്ങള് വേണമെങ്കിൽ ഒരു അതെ 5 സെക്കൻഡ് വേറെ തരുന്നുണ്ട്. അങ്ങനെ കാണുമ്പോ ബൈ. അയ്യോ ഒരു ലോഡ്. അളിയത് ശരിയാക്കിട്ട് അടുത്തേക്ക് പോവും. മതി സൗണ്ട് മതി. പാൻ എടുത്ത് വെക്കൂ. സോറി പാൻ. പാൻ ഇതെടുത്തോ. കോക്കേനെ ബട്ടർ. അമല് കാര്യമായിട്ട് കുക്ക് പാട്ടൊക്കെ കേട്ട് ചെയ്യുന്ന അതേ ഇതെവിടെ പൊളിക്കുക. അളിയ ഒന്ന് മതിയാ? അല്ല 2 ഒന്നൂടെ. നീ ബ്രെഡ് എടുക്കുക. ബ്രെഡിന്റെ ബ്രെഡിന്റെ ഉള്ളിൽ ബട്ടർ തേക്ക്. ബ്രെഡിന്റെ ഉള്ളിൽ ബട്ടർ തേക്ക്. അപ്പൊ ഞാൻ ഇതെന്താ ചെയ്തേ? ബ്രെഡ് ടോസ്റ്റ് ചെയ്. ടോസ്റ്റ് ചെയ്യണം. 10 മിനിറ്റ് 20 സെക്കൻഡ്. അളിയത് ടോസ്റ്റ് ആയില്ല. കുറച്ചുകൂടെ തീ കൂട്ട്. ഫ്ലെയിം കൂട്ടാനാ? 10 മിനിറ്റ് കൂടി ചെയ്യണ വേഗം. എന്ത് തേങ്ങയാണ് വേണ്ടത്? 10 മിനിറ്റ് കൂടി ഉള്ളൂ. 10 മിനിറ്റാ? 8 മിനിറ്റ്. 8 അല്ല 9 മിനിറ്റ് 35 സെക്കൻഡ്. എനിക്ക് തോന്നുന്നത് ഇവന് സാധനം മനസ്സിലായി മൊത്തം റിലാക്സ്ഡ് ആണ്. നിങ്ങളെ വേണ്ട
ആ ടോസ്റ്റ് ആയിട്ട് ഇനി മുഖത്തേക്ക് നോക്കും. അതുവരെ ഉറക്കം വിളിക്കാനോ കൈ കാട്ടി വിളിക്കലൊന്നും ഇല്ല കേട്ടോ. ഇല്ല ഞങ്ങളങ്ങനെ വിളിക്കുന്നൊന്നുമില്ല. എടാ ബട്ടർ കഴിഞ്ഞ് ബട്ടർ കഴിഞ്ഞ സന്തോഷം. എടാ തൈലിട്ടോ. എടാ ആ ബട്ടർ ഇല്ലേ, ആ ബട്ടർ അതിലിട്ടോ. അതിലിട്ടോന്നാ? അതിലിട്ടോ. എടാ ഒന്ന് മതിയാ? രണ്ടെണ്ണം വേണം? ഒന്ന് മതി. ഒരു മിനിറ്റ് മതിയോ? ഒന്നില്ല. വേറെ എഫക്റ്റിന്റെ സൗണ്ട് ഇട്ടാ. ആ ഓക്കെ. അതിന് എന്തിനാ? ഇനി എടാ, മതി. ഇനി ഒന്നുകൂടെ കിട്ടോ? ആ ആയിക്കോട്ടെ. 7 മിനിറ്റ് 45 സെക്കൻഡ് ആണ്. ആ 10 മിനിറ്റ് റോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ആ, ഇനി മിക്സിലെ ഫില്ല് Mix, fill ചെയ്യാൻ. സാൻഡ്വിച്ച് ആക്ക്. സാൻഡ്വിച്ച് ആക്കലാ? ഗൈസ് ഇത് കിട്ടി ഗൈസ്. സമയം എത്ര ബാക്കിയുണ്ട്? ഇനി എത്ര ബാക്കി? അത്ര ഒന്നുമില്ല. 12 7 മിനിറ്റ് ബാക്കിയാ. അവർക്ക് 15 മിനിറ്റ് കൊടുത്താൽ മതിയായിരുന്നു. അതായിരുന്നു. ഫുൾ ഫിൽ. കാറ്റടിക്കുമ്പോ നോക്കുന്നല്ലേ. ഇഷ്ടം പോലെ സമയം. ഇഷ്ടം പോലെ സമയമുണ്ട്. മെല്ലെ മതി. അതാ ഞാൻ പറഞ്ഞു ഒന്നുകൂടി ഉണ്ടാക്കിക്കോട്ടെ. ബട്ടർ ഇല്ല. ചീസ് വെച്ചുണ്ടാക്കി വെച്ചാലൊന്ന് അതൊന്നും ഉണ്ടാക്കാം. ഇതൊക്കെയാണ് അതാകുമ്പോ നമുക്ക് എല്ലാവരും കഴിക്കാനായി. കഴിക്കാനായി. ഇതിപ്പോ ഞങ്ങൾ കഴിക്കാനുള്ളേ ഉള്ളൂ. ഓ മെല്ലെ ഉറപ്പ് കൊള്ളരുത്. വളരെ അത് ഇടാൻ തന്നെ 1.5 മിനിറ്റ് എടുത്ത് 6 മിനിറ്റ് 37 സെക്കൻഡ് ആയി. ഇനി ഒന്നും ചെയ്യല്ല. അളിയ ഗാർണിഷ് ചെയ്തോ? ഗാർണിഷാ? ബട്ടർ വിട്ടിട്ട് ഒരു പരിപാടി ഇല്ല. അയ്യോ ഗൈസ് ഇത് ശരിക്കും നമുക്ക് ഇനി എത്ര സമയം ബാക്കിയുണ്ട്? ഇനി 5 മിനിറ്റ് 57 സെക്കൻഡ് ബാക്കി. ഇതിപ്പോ നേരത്തെ കഴിഞ്ഞിട്ടോ. കഴിഞ്ഞില്ലേ? ഇല്ല സമയം കൊടുക്കണം ഗാർണിഷ് ചെയ്യാൻ. ഓ ഷെഫായി പോയി ഗൈസ്. ഒറ്റ വര. മയോണൈസ് ഉണ്ട് ആ കോഴി ഒഴിക്കാൻ. സ്മൈലി ഒക്കെ വരയ്ക്കുന്നുണ്ട് മയോണൈസ് വെച്ചിട്ട്. വേറെ സ്മൈലി കൂടെ വരച്ചിട്ടുണ്ട്. ഓ 3 സ്മൈലി. മയനീസ് തീരെ 3 അളിയന്മാര് ചിരിച്ചൊക്കെ വരച്ചത്. ഓക്കെ. കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞില്ല. സമയം എടുക്കും. ഇനി എന്തോണ്ടോ? ഞങ്ങളുടെ ഷെഫിന് ആവശ്യത്തിനുള്ള സമയം കൊടുക്കണം. കുറച്ച് സിമ്പിൾ ആയി പോയി തന്നെന്ന് തോന്നുന്നുണ്ടോ? കമ്പാരിറ്റീവ്ലി ഞങ്ങളെ കഴിവുകൊണ്ടാണ് എനിക്ക് സമ്മതിക്കാൻ മതി. അത് ഒരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. ഇവരെല്ലാരും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിപ്പോയി. പക്ഷെ നല്ല 3 ആൾ ഉണ്ടാക്കിയതാണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞുതരാം. അതിന് മുന്നേ അവർക്ക് കാണിച്ചു കൊടുക്കണം. ആ ഗൈസ് ഇവിടെ Garnish ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സ്മൈലി. ഡെക്കറേഷൻ ഗൈസ് ഇതാണ് അമലേട്ടൻ ഉണ്ടാക്കിയ എന്തായിരുന്നു പേര്? എന്ത് സാൻഡ്വിച്ച് ആണ്? സ്വീറ്റ് കോൺ സാൻഡ്വിച്ച് അല്ലേ? അല്ല ചീസ് കോൺ സാൻഡ്വിച്ച്. ആ ഓക്കെ ചീസ് കോൺ സാൻഡ്വിച്ച് ആണ് ഗൈസ് അമലേട്ടൻ ഉണ്ടാക്കിയത്. ഇവര് പറഞ്ഞു കൊടുത്തിട്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനുള്ളൂ, നിങ്ങളില്ല കേട്ടോ. ചെറിയ പീസ് വേണോ? ഉണ്ടാക്കാം. ആ കൊറേ ഉണ്ടല്ലോ അവിടെ. വേറെ ഉണ്ടാക്കി പക്ഷെ ബട്ടർ തീർന്നില്ലേ? ബട്ടർ ഉണ്ടല്ലോ. അതാ അതിൽ കുറച്ച് ബട്ടർ ഉണ്ട്. ഈ പകുതി ഇങ്ങക്കും ആ പകുതി ഞങ്ങൾക്കും. ആ ഓക്കെ. അയ്യോ ഇതിപ്പോ ഞാനേതാ നോക്ക. പക്ക സാധനം. ഉണ്ടാക്കട്ടോ. 3 സാധനങ്ങളും നല്ല രസമുണ്ട് ഗൈസ്. അടിപൊളി. ഞാൻ 3 ആൾക്ക് ഫസ്റ്റ് തരണമെന്നാണ്. ഗൈസ് ഇതിൽ ഞങ്ങൾ 3 ഡിഷസും കഴിച്ചു നോക്കി. ഫസ്റ്റ് റൗണ്ടിലെ ആ ഒരു അണ്ട ഗൊട്ടാല, പിന്നെ രണ്ടാമത്തത് മാംഗോ ചോക്ലേറ്റ് ഫ്രഞ്ച് ടോസ്റ്റ്. ഇതിപ്പോ ചീസ് കോൺ സാൻഡ്വിച്ച്. ഈ 3 ഡിഷസ് ഞങ്ങൾ കഴിച്ചാലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. സത്യമായിട്ട് പറയാൻ പറ്റില്ല.
എന്തിനു കൊടുക്കും മധുരം പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോക്ലേറ്റും മറ്റേ അതിനെ കൊടുക്കാം. പക്ഷെ ഒരു എന്താ പറയാ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബോട്ടിലേക്ക് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈസി ആണെങ്കിലും കുറച്ചും കൂടെ അതെ ഹെൽത്തി വേർഷൻ എന്നിട്ട് വേണമെങ്കിൽ ഇതിന് കൊടുക്കാം. അങ്ങനെയല്ല ടേസ്റ്റില് മൂന്നും അടിപൊളി സത്യം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് മൂന്നാൾക്ക് കൂടി ഫസ്റ്റ് എന്നാണ്. മൂന്നാള് ഫസ്റ്റ് ആണ് ഇതില്. അയ്യോ കൈ നിർത്തിയില്ല. നമ്മള് മെനക്കെട്ടതിന് കാര്യമില്ല. വെരി ഗുഡ്. അടിപൊളി. സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ ഒരാളെ തീരുമാനിക്കാൻ പറ്റാത്തോണ്ടാണ് 3 പേര് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കിയത്. ഞങ്ങൾ കൊടുത്ത റെസിപ്പി എന്താണോ അത് കറക്റ്റ് ഫോളോ ചെയ്ത് ഇവർ ഉണ്ടാക്കി. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ഡിഷസ് ഒക്കെ നമ്മളിന്ന് കഴിച്ചില്ലേ. സാധാരണ ഞങ്ങൾ ഉണ്ടാക്കി ഇവരെ കഴിക്കല് ഓരോ ചാലഞ്ചില്. പക്ഷെ അല്ല ഓൾറെഡി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നോണ്ട് പിന്നെ കുഴപ്പമില്ലല്ലേ, കുറച്ച് എളുപ്പമായിരുന്നു. സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ആയിരുന്നു. ആണല്ലേ. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഹെഡ്സെറ്റ് വെച്ച് നിന്നാ വേറെ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന ഫീലാ. സത്യം. ഒന്നും എല്ലാം ഒരു പുകമറയാണ്, ഒന്നും മനസ്സിലാവില്ല. ചുറ്റുകളൊന്നും കാണാൻ ഈ പറ്റില്ല. ലാസ്റ്റ് ഹണി ഒഴിക്കുന്നവരെ എനിക്ക് എന്താ ഡിഷ് എന്ന് അറിയില്ല, സമയം എത്ര ആയിന്ന് അറിയില്ല. അവിടെ നിന്നത് കണ്ടിട്ടല്ലേ ഉള്ളൂ. ഇവിടെ വന്നപ്പോ എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ